ഇപ്പോൾ ഇവർ ഈ വർഗീയ ശക്തികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി, അവരുടെ പൊളിറ്റിക്കൽ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടി, പിന്നെ ഇപ്പോൾ അവർക്ക് പിന്തുണ കൊടുത്തിരിക്കുന്ന PDP, ഇതെല്ലാം വളരെ ശക്തമായി ഇടതുപക്ഷത്തിന്റെ പിന്നിൽ അണിനിരുന്നതാണ്. നമസ്കാരം. ഇന്ന് നമ്മളോട് ടോക്ക് ടൈമിൽ അതിഥിയായി സംസാരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണുവാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, നമസ്കാരം. നമസ്കാരം. അങ്ങേക്ക് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ വിലയിരുത്തിക്കൊണ്ട് എന്താണ് പറയാനുള്ളത്? നിലമ്പൂരിലെ UDFന്റെ വിജയം അത് അഭൂതപൂർവമായ ഒരു വിജയമാണ്. ഈ വിജയത്തെ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ 9 കൊല്ലമായി നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കും ജനവിരുദ്ധ നയങ്ങൾക്കും എതിരെ നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയ വലിയ താക്കീത്, അത് വരാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുമ്പുള്ള സൂചനയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിന് 9 മാസം മുമ്പ് നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള 20 മന്ത്രിമാര്, അവരുടെ മുഴുവൻ MLA-മാരും ഒരു ഭരണകൂടത്തിന്റെ സംവിധാനങ്ങളെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാവൂ അതെല്ലാം ചെയ്തുകൊണ്ടാണ് നിലമ്പൂരിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്. മനോജ് ഓർമ്മിക്കുന്നുണ്ടാവും, ആ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ഉയർത്തിയ മുഖ്യമായ ഒരു വിഷയം, നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ ലഭിക്കുന്ന 65 ലക്ഷം ആളുകൾ, അവർക്ക് യഥാസമയം പെൻഷൻ കൊടുക്കുന്നില്ല. പലപ്പോഴും പെൻഷൻ കൊടുക്കേണ്ട തുക പല മാസങ്ങളായിട്ട് കൊടുക്കാതിരിക്കുന്നു. അതിനെയാണ് KC വേണുഗോപാൽ വിമർശിച്ചത്. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? പെൻഷൻ കൊടുക്കുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത് അത് വോട്ടിന് വേണ്ടിയുള്ള കൈക്കൂലിയാണ് എന്ന് പോലും വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. കാരണം ആ വ്യാഖ്യാനമാണ് മുഖ്യമന്ത്രി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള മുഴുവൻ നേതാക്കളും എടുത്തത്. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ പെൻഷൻ കൊടുക്കേണ്ട സർക്കാർ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത് പോലെ പെൻഷൻ കിട്ടേണ്ട ആളുകൾക്ക് യഥാവിധി അത് മാസാവസാനോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ കൊടുത്തേച്ചാൽ മതി. പക്ഷേ ഒരു പ്രഖ്യാപനം സംസ്ഥാനത്ത് ധനമന്ത്രിയുടേതായിട്ടുണ്ടാകുന്നു, ഞങ്ങൾ മുഴുവൻ പെൻഷനും 20-ാം തീയതി മുതൽ വിതരണം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ 19-ാം തീയതി വോട്ടിംഗ് നടക്കുന്നു. ആ വോട്ടിംഗ് നടക്കുന്നതിന് 4-5 ദിവസം മുമ്പ് സംസ്ഥാന മന്ത്രി പ്രഖ്യാപനം നടത്തുകയാണ്. അതായത് ധനകാര്യ മന്ത്രി പ്രഖ്യാപനം നടത്തുകയാണ്. എന്താ പറയുന്നത്? ഞങ്ങൾ 20-ാം തീയതി പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് നിലമ്പൂരിൽ പെൻഷൻ ലഭിക്കുന്ന അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കേണ്ട ആളുകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വയലേഷൻ, ചട്ടലംഘനമാണ് ധനമന്ത്രി അവിടെ നടത്തിയിട്ടുള്ളത്. ഇത് മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നു. അപ്പോ എങ്ങനെയൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാവോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു നിലമ്പൂരിലെ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ്. എനിക്ക് മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഈ സ്ഥിരം പല്ലവി പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയവും ഇടതുപക്ഷം വിലയിരുത്തി പറയുവാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി വർഗീയ ശക്തികളെ ധ്രുവീകരിച്ചുകൊണ്ട് സമൂഹത്തിലെ കൊള്ളരുതാത്ത എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു വിജയമാണ് എന്നാണ് പറയുവാൻ പോകുന്നത്. അങ്ങ് അതിനെ എങ്ങനെ? അല്ല, അത് ഇപ്പോ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ ഇന്നലെ മുതൽ തന്നെ CPM-ന്റെ നേതാക്കളും അവരുടെ പത്രവും അവരുടെ ചാനലും കോൺഗ്രസ് വർഗീയ ശക്തികളുമായി അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ അവർ പ്രചരണം നടത്തി എന്നുള്ളതാണ്. ഏറ്റവും കൗതുകരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021-ൽ ശ്രീ അൻവർ വിജയിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇവർ ഈ വർഗീയ ശക്തികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി, അവരുടെ പൊളിറ്റിക്കൽ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടി, പിന്നെ ഇപ്പോൾ അവർക്ക് പിന്തുണ കൊടുത്തിരിക്കുന്ന PDP, ഇതെല്ലാം വളരെ ശക്തമായി ഇടതുപക്ഷത്തിന്റെ പിന്നിൽ അണിനിരുന്നതാണ്. അന്ന് ഇവരൊന്നും വർഗീയ ശക്തികളായിരുന്നില്ല. അപ്പൊ ചില സംഘടനകൾ ഇപ്പോൾ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവര് വലിയ പ്രചരണവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. UDF ഇങ്ങനെ വർഗീയ ശക്തികളും ആയിട്ട് എന്താ പറയുക തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ 2021 മുതൽ അല്ലെങ്കിൽ 2020-21 കാലഘട്ടം വരെ ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് ശേഷം അവരിപ്പോ അവരുടെ ട്രംപ് അല്ലെങ്കിൽ തുരുപ്പ് ചീട്ട് മാറ്റിയിരിക്കുക, ട്രംപ് കാർഡ് മാറ്റിയിരിക്കുകയാണ്. കാരണം ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുന്നത് ഇനി അവർക്ക് ഭാവിയിൽ ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാനുള്ള നീക്കവുമായിട്ട് വന്നിരിക്കുകയാണ്. അതാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അതോടൊപ്പമുള്ള നേതാക്കന്മാരുടെ എല്ലാ പ്രസ്താവനകളും. അല്ലെങ്കിൽ BJP അന്നത്തെ ജനതാ പാർട്ടിയുമായിട്ടുള്ള സഖ്യമല്ല. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ RSS-ഉമായിട്ട് തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ ആയിരിക്കുന്നു. അതിന്റെ സൂചന എന്താ? നാളെയും സഖ്യമാകുന്നതിന് ഞങ്ങൾക്ക് മടിയില്ല. ആ സഖ്യം അന്നുണ്ടായിരുന്നത് പോലെ ഞങ്ങൾ വോട്ട് തരുവാൻ നിങ്ങൾക്ക് എന്താ പറഞ്ഞ ഒരു പ്രേരണ നൽകുന്നു അല്ലെങ്കിൽ പ്രചോദനമാകുന്നു. അതായിരുന്നു
പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കഴിഞ്ഞ ദിവസത്തെ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പില് PV അൻവർ ഫാക്ടർ അതിനെ അങ്ങ് എങ്ങനെ വിലയിരുത്തും? അല്ല, അതിനെ ഇപ്പൊ അൻവർ ഫാക്ടറിനെ നമ്മൾ കുറച്ച് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം അൻവർ എന്ന ആ ഒരു അച്യുതണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനെല്ലാം കാരണമായത്. അൻവർ 9 കൊല്ലം അവിടെ MLA ആയിരുന്നു. അൻവർ രാജിവെച്ചു എന്നുള്ളത് കൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. 9 കൊല്ലം MLA ആയിരുന്ന ആള്, അത് സ്വാഭാവികമായി 9 കൊല്ലവും ഭരണകക്ഷിയുടെ MLA ആയിരുന്ന ആള് നിശ്ചയമായും ആളുകളെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ് പിണറായിസം. ആ പിണറായിസത്തിനെതിരെ ആണ് അദ്ദേഹം വോട്ട് ചോദിച്ചത്. അപ്പൊ നിശ്ചയമായും അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് കൂടി സർക്കാരിനെതിരെയുള്ള വോട്ടാണ്, സർക്കാരിനെതിരെയുള്ള നിഷേധാത്മക വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം 7000 രൂപ പ്രതിമാസ ശമ്പളം അല്ലെങ്കിൽ ഓണറേറിയം മേടിക്കുന്ന ആശാ വർക്കർമാർ 1000 രൂപ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം എന്നാവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കാൻ തയ്യാറാകാത്ത സർക്കാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്ന മാധ്യമ വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ മീഡിയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ഒരു PSCയുടെ ചെയർമാന്റെ പ്രതിമാസ ഓണറേറിയം 4,10,000 രൂപയാകുന്ന ഒരു നാട്ടിൽ പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ സംജാതമായിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ വർദ്ധിത വീര്യത്തോടുകൂടി ഈ ഗവൺമെന്റിനെതിരെ, ഈ ഗവൺമെന്റ് ഉയർത്തിയ എല്ലാ പ്രതിരോധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് ജനങ്ങൾ അവർക്കെതിരെ വലിയ രീതിയിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇത്ര അഭൂതപൂർവമായ ഒരു ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കാൻ ഇടയായിട്ടുള്ളത്. ഇത് മതേതരത്വത്തിന്റെ വിജയമാണ്, ജനാധിപത്യത്തിന്റെ വിജയമാണ്, ഫാസിസത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ്. യഥാർത്ഥത്തില് ഈ ഭരണത്തിന് എതിരെ ഉള്ള ഒരു റിസൾട്ടായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. പക്ഷെ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഭരണവിരുദ്ധത എന്ന് പറയുവാൻ ഭരണകക്ഷി തയ്യാറാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെച്ച ഒരു കാലഘട്ടമൊക്കെ ഈ രാജ്യത്തും കേരളത്തിലും ഒക്കെ ഒരു പിന്നാമ്പറ കഥകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ധാർമ്മികമായി മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ മന്ത്രിസഭ പിരിച്ചുവിടേണ്ടതല്ലേ? അല്ല, മനോജ് പറഞ്ഞതാണ് എന്റെ കാര്യം. കാരണം മുഖ്യമന്ത്രി നേരിട്ടാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നയിച്ചത്. എല്ലാ പഞ്ചായത്തുകളിലും പോയി ദിവസങ്ങളോളം തമ്പടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. അതോടൊപ്പം തന്നെ പാർട്ടി പലവട്ടം പറയും, മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ഭരണത്തിന്റെ വിലയിരുത്തലാകും എന്ന് CMV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പം ഇത്രയും വലിയൊരു തിരിച്ചടി ഒരു ഗവൺമെന്റിന്, അതായത് അവരുടെ ഭരണകക്ഷിയുടെ MLA ആണ് രാജിവെച്ചെങ്കിലും അവിടെ അവരുടെ കയ്യിലിരുന്ന സീറ്റാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ UDF തിരിച്ചു പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് സ്വാഭാവികമായും മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം എത്രയോ ഗവൺമെന്റിനെതിരായിരുന്നു. തൃക്കാക്കര ഗവൺമെന്റിനെതിരായിരുന്നു, പാലക്കാട് ഗവൺമെന്റിനെതിരായിരുന്നു, ചേലക്കരയും 39,000 ഉണ്ടായിരുന്നു. ചേലക്കരയിലെ ഭൂരിപക്ഷം 12,000 എത്തിയെന്ന് പറഞ്ഞാൽ 27,000 ആളുകൾ ആ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നിലമ്പൂരിൽ നമ്മൾ കാണുന്നത്. ഒരു പൊതുപ്രശ്നം ഞാൻ ഉന്നയിക്കുന്നത്, വളരെ ഒരു ഹ്രസ്വമായ ഒരു സമയത്ത് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ആവശ്യമില്ല എന്നുള്ള ഒരു ഭാഷ്യം പൊതുജന ഭാഗത്തു നിന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അല്ല, ഒന്ന് മനോജ് നമ്മൾ അറിയേണ്ടത് ജനാധിപത്യത്തിന്റെ ഒരു നെസസറി ഈവിളാണ്. ഇപ്പോ നമുക്കറിയാം, ചൈനയിൽ തെരഞ്ഞെടുപ്പില്ല, തെരഞ്ഞെടുപ്പിന് വേണ്ടി 1 രൂപ അവർക്ക് മുടക്കേണ്ട കാര്യമില്ല. അത് തന്നെയാണ് പല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും. പക്ഷേ നമ്മൾ ഓരോ 5 വർഷം കഴിയുമ്പോഴും നമ്മുടെ വരുമാനത്തിന്റെ ഏതാണ്ട് ഒരു 10-25% തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അനിവാര്യമാണ്. അത് ചിലപ്പം 6 മാസത്തേക്കാകാം, അല്ലെങ്കിൽ 1 വർഷത്തേക്കാകാം. കാരണം ജനഹിതം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ. ആ തെരഞ്ഞെടുപ്പ് ഇനി അതിന് എന്തൊക്കെ പോരായ്മകളുണ്ട് എങ്കിലും അത് ഓരോ ഘട്ടങ്ങളിലും അത് അനിവാര്യമാണ്. ആ അനിവാര്യമായ തെരഞ്ഞെടുപ്പുകൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ തുടരുന്നത്. അപ്പം 6 മാസത്തേക്കോ അല്ലെ 9 മാസത്തേക്കോ എന്നല്ല, 9 ദിവസത്തേക്കാണ് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകണം. ആ തെരഞ്ഞെടുപ്പുകളിൽ ആളുകളുടെ അഭിപ്രായം അവർക്ക് പ്രകടിപ്പിക്കാനും രേഖപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. മറ്റൊന്ന്, ഈ PV അൻവർ MLA ആയി സേവനമനുഷ്ഠിച്ച് MLA ആയിരിക്കുന്ന ആളായിരുന്നു. അപ്പൊ അൻവർ എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥി അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനം രാജിവെച്ചിട്ട് വീണ്ടും ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുന്നതിലുള്ള ഒരു കോൺട്രവേഴ്സി മാറ്റർ അല്ല. അതിലൊരു മനോജ് സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയമായ അധാർമികതയുണ്ട്. കാരണം അൻവർ അദ്ദേഹത്തിന്റെ MLA പദവി, പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അൻവർ തന്റെ MLA പദവി രാജിവെച്ചതിന് ശേഷം ഈ ഗവൺമെന്റിനെതിരെ കൂടിയാണ് മത്സരിക്കുന്നത്. അതാണ് താൻ ഉയർത്തിയിരിക്കുന്ന ഇഷ്യൂസ്. അത് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ദുർഭരണമാണ്. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന എന്താ പറഞ്ഞ ഭീകര പ്രവർത്തനങ്ങൾ പോലും, അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, നിയമവാഴ്ചയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ, ഹവാല ഇടപാടുകൾ, പോലീസ് തന്നെ കൊലപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു, കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കാനായിട്ട് കൂട്ടുനിൽക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തീർച്ചയായും അൻവർ ഉയർത്തിയത് ഗവൺമെന്റിനെതിരെയുള്ള വാദഗതിയാണ്. പക്ഷത്തുനിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വതന്ത്രമായിട്ട് നിയമസഭയിൽ നിൽക്കാം. പിന്നെ സ്പീക്കർ നടപടി എടുക്കുക, അതൊക്കെ പിന്നീടുള്ള കാര്യം. അത് വേണമെങ്കിൽ കോടതി വഴി ചോദ്യം ചെയ്യാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ MLA സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ സഭയ്ക്കകത്തും പുറത്തും ശബ്ദമുയർത്താൻ കഴിയുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ സംബന്ധിച്ച് വളരെ ഹ്രസ്വമായി അഡ്വക്കേറ്റ് സേനാപതി വേണു നമ്മളോട് സംവദിച്ചു കഴിഞ്ഞു.
ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ PV അൻവർ പിടിച്ച വോട്ടുകളും ഭരണവിരുദ്ധമായിട്ടുള്ള വോട്ടുകളാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അങ്ങനെ വന്നാൽ നിലമ്പൂരിലെ ഭരണവിരുദ്ധമായിട്ടുള്ള ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്ത് കിട്ടിയ ഭൂരിപക്ഷവും PV അൻവറിന്റെ ഭൂരിപക്ഷവും കൂട്ടിച്ചേർന്ന് ഉള്ള ഫിഗറായിരിക്കും എന്ന സൂചന കൂടി അദ്ദേഹം നൽകിയുണ്ടായി. ഡോക്ടർ എമിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.